ودم على تواضع لا تفتخر بالنسب. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എംബ്രേസിംഗ് ദുൽഹിജ്ജ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് താങ്കൾക്ക് സ്വാഗതം. 2006 താങ്കൾ ഹജ്ജ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ ഹജ്ജ് യാത്ര തീരുമാനിച്ചത് മുതൽ യാത്ര ചെയ്യുന്നത് വരെയും താങ്കൾ കടന്നുപോയ ആ മാനസികാവസ്ഥകളെയൊക്കെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ? 2006 ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് അതൊരു സംഘം, ഒരു 900-ൽ അധികം ആളുകളുള്ള ഒരു സംഘത്തിൻ്റെ അമീറായിട്ടാണ് പോയത്. കേരള ഹജ്ജ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീറായിട്ടാണ് പോയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഹജ്ജിന് നാട് വിട്ട് പോകുന്നത്, ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റേതായ ഒരു ടെൻഷൻ, അക്കത്ത് പോവുക, ഹജ്ജ് ചെയ്യുക, അതിലുപരി ഇത്രയും ആളുകളുടെ ഒരു ഗ്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഉത്തരവാദിത്വം അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു വിഷയമാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രത്യേകിച്ചുണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് അതിനേക്കാളൊക്കെ അതിജയിച്ചുകൊണ്ട് പോകാൻ സാധിച്ചത്. 2006 കാലയളവ് എന്ന് പറയുമ്പോൾ ഇന്നത്തേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഹജ്ജ് യാത്രാ പ്രക്രിയകളും രീതികളുമായിരിക്കുമല്ലോ അപ്പോൾ ഉണ്ടായിരുന്നത്. ആ വ്യത്യാസങ്ങൾ എത്രത്തോളമായിരുന്നു? അതേപറ്റി ഒന്ന് പറയാം. യാത്രയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ കാര്യമായ വ്യത്യാസം ഇപ്പോഴും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 45 ദിവസമായിരുന്നു ഹജ്ജിൻ്റെ വിസയുടെ കാലാവധി, ഹജ്ജ് വിസയുടെ കാലാവധി. ഇന്നിപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉള്ള സംഗതിയുള്ളൂ. പിന്നെ സൗകര്യങ്ങൾ ഇന്നുവരെ വർദ്ധിച്ചിട്ടുണ്ട്. അത് ഓരോ വർഷവും സൗകര്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഒരു പ്രകടമായ ഒരു വ്യത്യാസം ഇന്നത്തെ അപേക്ഷിച്ച് എന്ന് പറയാനില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കഅബ കണ്ടപ്പോൾ, മസ്ജിദുൽ ഹറം കണ്ടപ്പോൾ എന്തായിരുന്നു അനുഭവപ്പെട്ടത്? ആദ്യം തന്നെ അതിനു മുമ്പ് ബസ്സിൽ അങ്ങോട്ട് മക്കയിലേക്ക് എത്തുമ്പോൾ ബസ്സിൽ ഗൈഡ് പറഞ്ഞു, അതാ മസ്ജിദുൽ ഹറാമിൻ്റെ മിനാരം കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മിനാരമാണ് ആദ്യം കണ്ടത്. അതൊക്കെ കാണുമ്പോൾ തന്നെ അല്ല, നമ്മുടെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആ സംഗതി, ആ മുഖം അത് നിലവിൽ വന്നപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണല്ലോ എന്ന നിലക്ക് വല്ലാത്തൊരു അനുഭൂതിയൊക്കെ ഉണ്ടായിരുന്നു ആ മിനാരം കണ്ടപ്പോൾ തന്നെ. പിന്നെ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാണ് കഅബയിലേക്ക് എത്തുന്നത്. അപ്പോൾ കഅബ കാണുമ്പോൾ പെട്ടെന്ന് നല്ലൊരു അനുഭൂതി. ഇങ്ങനെ കഅബയിലേക്ക് പോയി കാലവിടെ നടന്നതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല, അതിലേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. വേറെ സ്റ്റെപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഈ കൂട്ടത്തിലങ്ങോട്ട് നടന്നു പോവുകയായിരുന്നു. അതിന്നും ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ആ കഅബ ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അതിലേക്ക് തന്നെ നോക്കി കണ്ണ് വെട്ടാതെ നടന്നു പോയ ആ ഒരു ഇതിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഹജ്ജിലെ ഏതെങ്കിലും ഒരു കർമ്മത്തോട് കൂടുതൽ ഇഷ്ടമുള്ളതായിട്ടോ കാലിക പ്രസക്തി ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒന്നിനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കർമ്മത്തിൽ? അങ്ങനെ ഏതെങ്കിലും കർമ്മത്തിനോട് പ്രത്യേകിച്ച് പിന്നെ തവാഫാണ് കൂടുതലായിട്ട് നമ്മൾ നിർവഹിക്കുന്നത്. നമ്മൾ ഹജ്ജിൻ്റെ കർമ്മം എന്നുള്ള നിലക്കും അല്ലാതെയും മസ്ജിദുൽ ഹറാമിലെ തഹിയ്യത്ത് നമസ്കാരമില്ലല്ലോ. മസ്ജിദുൽ ഹറാമിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട തവാഫാണ് നമസ്കാരത്തിന്. അപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ അള്ളാഹുവുമായി അതിൻ്റെ ആന്തരാർത്ഥം അള്ളാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അച്യുതുണ്ടാക്കിയാണ് എൻ്റെ ജീവിതം മുഴുവനും ഇനി ഉണ്ടാവുക എന്നുള്ള ആ സംഗതിയാണ് ഉള്ളത്. അല്ല, അതാണ് തവാഫിൻ്റെ അർത്ഥം, അങ്ങനെയാണല്ലോ. അല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രത്യേക കർമ്മത്തോട് പ്രത്യേക ഒരു ആഗ്രഹം അങ്ങനെ ഒരു സംഗതി തോന്നിയിട്ടില്ല. ഇസ്ലാമിൽ ഹജ്ജിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ആത്മീയത, ഈ വിഷയങ്ങളെയൊക്കെ പറ്റി കൂടുതലൊന്ന് വിശദീകരിച്ചു. അത് ഇസ്ലാമിലെ കുറേ അധികം പറയാനുണ്ട്. ഹജ്ജ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാലേ, ഇസ്ലാമിലെ സാമൂഹ്യ ജീവിതം, സംഘബോധം, ഇതൊക്കെ അതൊരു ക്രമത്തിന് നോക്കിയാലേ വിശ്വാസികൾ ദിവസത്തിൽ 5 പ്രാവശ്യം തൻ്റെ പ്രദേശത്ത് ഒത്തുകൂടണം. ആഴ്ചയിൽ ഒരിക്കൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളല്ല, പക്ഷെ ആ 5 നേരവും ഇടുന്ന എല്ലാ ഗ്രൂപ്പുകളും കുറേ ഗ്രൂപ്പുകൾ ചേർന്നിട്ടൊരു വലിയ
മഹല്ല് ഒക്കെ ആണല്ലോ. ആഴ്ചയിലൊരിക്കൽ സമ്മേളിക്കുന്നു. എൻ്റെ പേര് തന്നെ ജുമാ എന്ന് പറഞ്ഞാൽ തന്നെ അസംബ്ലി സമ്മേളനം എന്നൊക്കെയുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ. പിന്നീട് വർഷത്തിൽ 2 പ്രാവശ്യം കുറേ കൂടി വിശാലമായ ഒരു സംഘം ഈദ്ഗാഹുകളിൽ സംഘടിപ്പിക്കുന്നു. ഒരിക്കലെങ്കിലും ലോക മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള ആ സംഘത്തിൻ്റെ ഭാഗമായി ചേരുന്നു. ഇത് ഇസ്ലാമിൻ്റെ ഒരു സംഘബോധവും സാമൂഹ്യ ഘടനയുമൊക്കെ വിളിച്ചറിയിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെയാണ് അതിലുള്ളത്. ഇങ്ങനെ ഒരു സംഗതി മാത്രമല്ല, ഇങ്ങനെ അതിൻ്റെ വിവിധ കോണുകളിലൂടെ നോക്കിയാൽ പല വിധത്തിലുള്ള ഇസ്ലാമിൻ്റെ ഇത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ യന്ത്രങ്ങളൊക്കെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ വാഹനം ഭാഗങ്ങൾ ഓരോ പാർട്സ് നന്നാക്കുന്നത് പോലെ അല്ല, മറിച്ച് എൻജിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഓവറോളിംഗ് എന്ന് പറയുന്നത് പിന്നെ ഹജ്ജിലൂടെ നടക്കുന്ന അതാണ്. ഒരു ആത്മീയതയുടെ അങ്ങേയറ്റത്തെ ഒരു ഓവറോളിംഗ് പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയാം. പക്ഷെ എല്ലാ തരത്തിലുമുള്ള അല്ല അള്ളാഹുവിൻ്റെ സമർപ്പണം, അള്ളാഹുവിൻ്റെ ഇപ്പോൾ തൽബിയത്തിൽ ലബൈക്ക് അള്ളാഹു വെച്ചാൽ അള്ളാഹുവിൻ്റെ വിളി, ആ വിളിക്ക് അടിയൻ ഇതാ ഹാജരായിരിക്കുന്നു, ഇനി എന്ത് കൽപ്പിച്ചാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് വെറുതെ ഹാജരായിട്ട് കാര്യമില്ലല്ലോ. ലബൈക്ക് അടിയൻ ഇതാ ഹാജരായിരിക്കുന്നു, ഇപ്പോഴാണ് വിളി കേട്ട് എത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായത്, ഞാനിതാ എത്തിയിരിക്കുന്നു, ഇനി എന്തും പറഞ്ഞോളൂ, അടിയൻ ശിരസ വഹിക്കും എന്നൊക്കെയുള്ള അതിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും അങ്ങനെ പ്രതീകാത്മകമായ ഒരു അർത്ഥങ്ങൾ. പിന്നെ കാബിലേക്ക് സായി ചെയ്യുമ്പോൾ സായി അധ്വാന പരിശ്രമങ്ങൾ ഇൻസാനി ഇല്ലാമാ സഹ എന്ന് പറഞ്ഞതുപോലെ അധ്വാന പരിശ്രമങ്ങൾ ചെയ്യേണ്ടവനാണ് വിശ്വാസി. ആ സായിയിലെ കാബയിലേക്ക് നോക്കും. കാരണം വെച്ചാൽ ഇനി കാബയുടെ നാഥനെ നോക്കിയിട്ടേ ഞാൻ ജീവിക്കും. എറിയുമ്പോൾ കല്ലെറിയുക, അതിനെ പിശാചിനെ എറിയുക എന്നൊക്കെയാണ് ചിലർ പറയാറുണ്ട്. ഉറുദുവിലവിടെ എഴുതി വെച്ചേക്കുന്നത് പിശാചിനെ എറിയാനുള്ള ഒരു ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ പാകിസ്ഥാനികളെ ഉദ്ദേശിച്ചാണ് തോന്നുന്നു. പിശാചിനല്ല, പക്ഷേ എങ്കിലും ആ കല്ലെറിയുമ്പോൾ ഇനി എൻ്റെ ജീവിതം മുഴുവനും പിശാചിനോടും പൈശാചിക ശക്തികളോടും പൈശാചിക പ്രവണതകളോടും ഉള്ള പോരാട്ടത്തിലായിരിക്കും ഇനിയാണ് എൻ്റെ ജീവിതം എന്ന പ്രതിജ്ഞയാണത്. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിജ്ഞകൾ പുതുക്കിയും ഒക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് നവജാത ശിശുവിനെ പോലെ. എൻ്റെ ആശയം നവജാത ശിശുവിനെ പോലെ അവൻ തിരിച്ചു വരുന്നു എന്നാണ്. ഇപ്പം നമുക്കറിയാം ഹജ്ജ് എന്ന കർമ്മത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതമായിട്ട് വലിയ വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ മില്ലത്ത് ഇബ്രാഹിം പിന്തുടരേണ്ട ആ വിശ്വാസികൾക്ക് ഹജ്ജ് നൽകുന്ന പാഠം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഇതോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാത്രമല്ല, പ്രധാനമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹാജറ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇവരൊക്കെ ജീവിതവുമായൊക്കെ ബന്ധമുണ്ട്. അതിൽ ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം ഈ മാർഗത്തിൽ അനുഷ്ഠിച്ച ത്യാഗം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണം, അതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനമായ സംഗതി. നേരത്തെ പറഞ്ഞ ഇതിലൊക്കെ ഉണ്ട്. ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പൊരുളുകൾ അന്വേഷിക്കുന്നവരോട് ഇമാം ഗസാലിയുടെ ഒരു ഇതുണ്ട്. ഇമാം ഗസാലി അദ്ദേഹം പറയുന്നത് അതിൻ്റെ പൊരുൾ വേറൊന്നുമല്ല, യജമാനൻ പറയുന്നു അവിടെ വന്ന് നിൽക്കാൻ പറയുന്നു, അടിമ അവിടെ വന്ന് നിൽക്കുന്നു. യജമാനൻ പറയുന്നു അവിടെ വേഗത്തിൽ ഓടാൻ പറയുന്നു, അടിമ അത് ചെയ്യുന്നു. അപ്പോൾ തിരുവായില്ലാത്തവണ്ണം യജമാനനെ പൂർണ്ണമായി അനുസരിക്കുക, അവന് സമർപ്പിക്കുക എന്നതിൻ്റെ വളരെ വലിയ പ്രതീകമാണ് ഹജ്ജിലെ കർമ്മങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ സമർപ്പണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മാത്രമല്ല, ഖുർആൻ തന്നെ ഫലമ്മ അസ്ലമ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും സമർപ്പിച്ചപ്പോൾ, അവർ മുസ്ലിം ആയപ്പോൾ അഥവാ സമർപ്പിച്ചപ്പോൾ, അള്ളാഹുവിന് പൂർണ്ണമായും അനുസരിച്ചപ്പോൾ, മകനെ വലിയ കർമ്മമൊക്കെ അറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞ വാക്കതാണ്, അവർ അനുസരിച്ചപ്പോൾ സമർപ്പിച്ചപ്പോൾ മുസ്ലിമായപ്പോൾ എന്നാണ്. ആ പാഠമാണ് പ്രധാനമായും ഹജ്ജ് ചെയ്യുന്ന വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പം ഹജ്ജിലൊരു വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഏകതാബോധം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി മാൽക്കം എക്സ് തൻ്റെ ഹജ്ജ് അനുഭവത്തിലും അതേപ്പറ്റി പറയുന്നുണ്ട്, ഈ ഒരു ഏകതാബോധത്തെ പറ്റി. അത് മാത്രമല്ല അമേരിക്ക ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഈ ഒരു
കാലഘട്ടത്തിൽ ഹജ്ജ് ലോകത്തോട് എന്താണ് വിളിച്ചു പറയുന്നത്? ഹജ്ജ് മനുഷ്യർ തമ്മിൽ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്. അവിടെ ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉയർച്ചയും താഴ്ചയും അല്ലെങ്കിൽ മഹത്വവും ആദരവും ഒക്കെ ഉള്ളൂ. അല്ലാത്ത വേറെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ മഹത്വം നിലകൊള്ളുന്നത്. പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും പൂർണ്ണമായും അംഗീകരിക്കാൻ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടാകാം, പക്ഷെ പ്രയോഗത്തിൽ അത് അംഗീകരിക്കുന്നില്ല. കർത്തവനെ ഞെക്കിക്കൊല്ലുന്നതിനൊന്നും ഒരു മടിയുമില്ല. അതിനെ എല്ലാവരും നമുക്കറിയാമല്ല, പോലീസുകാരെ ഞെക്കിക്കൊന്നൊക്കെ വർണ്ണവരയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുമൊക്കെ വർഗത്തിൻ്റെയും ഒക്കെ വർഗീയമായ അത് മറ്റൊരു തലമാണ് എങ്കിൽ പോലും അത് ഇതുകൊണ്ട് മാത്രമായില്ല. അല്ല, അവർക്കിടയിൽ തന്നെയും ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള വർണ്ണ വംശീയതയാണത്. അത് മറ്റൊരു വിഷയമാണ്. അവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളൊക്കെ എൻ്റെ പിന്നിൽ ഉണ്ട്. അല്ലാതെ തന്നെ ലോകത്ത് മുഴുവൻ ഇങ്ങനെ മനുഷ്യൻ ഇപ്പോൾ അടുത്ത പിന്നെ നൃത്തം ചെയ്യണമെങ്കിൽ വെളുത്ത ആളായിരിക്കണം എന്നൊക്കെ പറയുന്ന അതും ആലോചിച്ച് നോക്കുമ്പോൾ അതിലും ഒരു ശരിയുണ്ട്, വലിയൊരു ശരികേടിൻ്റെ ശരിയുണ്ട്. നൃത്തം ചെയ്തിരുന്നത് ആർക്ക് വേണ്ടിയാണ്, ആരുടെ മുമ്പിലാണ് നൃത്തം ചെയ്തിരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു, ആരെ പ്രീതിപ്പെടുത്താനാണ് എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ ഇത്രയും കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി മോശമായൊരു അതിലേക്ക് ചെല്ലുക. അപ്പോൾ സത്യഭാമ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ആ കാര്യം നടക്കണമെങ്കിൽ വെളുത്ത നിറമുള്ളവരും കാണാൻ കൊള്ളാവുന്നവരൊക്കെ ആയിരിക്കണം. ആ കാര്യം നടക്കണമെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ സംഗതി. അപ്പോൾ ഏതായാലും ഹജ്ജിലൂടെ പിന്നെ ലോകത്തിന് മുമ്പിൽ ഇതാണ് സമർപ്പിക്കുന്നത്. മനുഷ്യരെല്ലാവരും ദൈവത്തിന് മുമ്പിൽ സമന്മാരാണ്. ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉയർച്ചയും താഴ്ചയും ഉള്ളത്. ഇനിയൊരു യാത്ര നേതൃത്വം വഹിച്ചു കൊണ്ടുപോകാൻ അവസരം കിട്ടിയാൽ എന്തായിരിക്കും മറുപടി? അതിപ്പോ പറയാൻ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പോകാൻ തയ്യാറാവും. ഇക്കൊല്ലം ഹജ്ജിന് പോകുന്ന ആളുകളോടും വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഞങ്ങളോടും പ്രത്യേകമായി ഹജ്ജിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? പൊതുവിൽ പറയാനുള്ളത് ഹജ്ജ് എന്ന് പറയുന്നത് പരമാവധി വേഗത്തിൽ ചെയ്യേണ്ടതാണ്. അത് ഹജ്ജിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നതാണ്. മരിക്കണതിന് മുമ്പ് അത് ചെയ്തിരിക്കണം എന്ന ഒരു തോന്നൽ പൊതുവിൽ സമൂഹത്തിലുണ്ട്. അങ്ങനെ മരിക്കാൻ വേണ്ടി അല്ല ഹജ്ജ് ചെയ്യണം, ജീവിക്കാൻ വേണ്ടിയാണ്. കാരണം ഹജ്ജിലൂടെ നേടിയെടുക്കുന്ന നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മരിക്കാൻ പോകണി പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? തൻ്റെ ശരീരം പുഷ്ടിപ്പെടാനും ആരോഗ്യമുണ്ടാകാനും അതുകൊണ്ടിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനാണ്. എന്നതുപോലെ ഹജ്ജ് ചെയ്ത് ആത്മീയമായ ഉണർവും അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി പ്രതിജ്ഞകൾ പുതുക്കിയൊക്കെ വന്നിട്ട് തുടർന്നുള്ള ജീവിതം ആ നിലക്ക് സൃഷ്ടാവിന് സമർപ്പണവും സൃഷ്ടികൾക്ക് സേവനവും അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ അതൊക്കെയാണ്. ഹജ്ജ് ചെയ്യുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു, ഇനി ഈശ്വരനിൽ വിലയം അങ്ങനെയുള്ള സങ്കല്പം ഇസ്ലാമിലില്ല. ആ പരമാവധി ആരോഗ്യമുള്ളപ്പോൾ പരമാവധി വേഗത്തിൽ ഹജ്ജ് ചെയ്യലാണ് വേണ്ടതെന്നാണ് പൊതുവിൽ വിദ്യാർത്ഥികളോട് നിങ്ങളൊക്കെ കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ തന്നെ ഹജ്ജ് ചെയ്യണം. ഹജ്ജിന് പോകുന്നവരോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇതോടുകൂടി അവസാനത്തൊരു കർമ്മം ചെയ്തുകൊണ്ട് ഇങ്ങനെ പോരുകയല്ല. ആ ഹജ്ജിൽ നേടിയെടുക്കുന്ന ആ ഊർജം തുടർന്നുള്ള ജീവിതത്തിൽ കല്ലെറിയുമ്പോൾ നടത്തുന്ന അതിൻ്റെ ഉദ്ദേശം അത് പ്രതീകവൽക്കരിക്കുന്നത്, അത് പ്രതീകമാകുന്നതാണ്. ഈ പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ടായിരിക്കും, പിശാചിനോടുള്ള പോരാട്ടത്തിലായിരിക്കും തൻ്റെ ജീവിതം എന്ന് തുടങ്ങിയ അത്തരം പ്രതിജ്ഞകളൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിലോരോ പ്രതിജ്ഞയും അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ചില വാഗ്ദാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ആയിരിക്കണം ഹജ്ജിന് ശേഷമുള്ള ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടേണ്ടത് എന്നാണ് ഹജ്ജ് ചെയ്ത എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹജ്ജിനെ പറ്റി ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. അതിന് പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. لبيك لا شريك لك لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة